ഹായ് ദൃശ്യം 3 മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമ. ബഡ്ജറ്റ് വെച്ചിട്ടല്ല, കോണ്ടന്റ് വൈസ് ദൃശ്യം 3 തന്നെയാണ് മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമ. വലിയ പ്രതീക്ഷയിലാണ് പ്രേക്ഷകർ ഈ സിനിമയെ കാത്തിരിക്കുന്നത്. ഈ സിനിമയുടെ റിലീസിംഗ് ഏപ്രിൽ 2 എന്നുള്ളതാണ് ഇതിന്റെ അണിയറ പ്രവർത്തകർ മുൻപ് പറഞ്ഞത്, അതായത് ഒഫീഷ്യലായി പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് സിനിമയുടെ റിലീസിംഗ് മാറ്റിവെക്കപ്പെടും എന്നുള്ളത് തന്നെയാണ്. അതായത് 80% സിനിമയുടെ റിലീസിംഗ് മാറ്റും എന്നുള്ള തരത്തിലാണ് പറഞ്ഞു കേൾക്കുന്നത്. മുൻപ് ആട് 3, പാട്രിയറ്റ് ഈ സിനിമകളുടെയും റിലീസിംഗ് മാറ്റും എന്നുള്ള തരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ആ സിനിമകൾ പറഞ്ഞ സമയത്ത് തന്നെ വരും എന്നുള്ളത് ഉറപ്പാക്കിയിട്ടുണ്ട് തിയേറ്റർ ഓണേഴ്സും അതുപോലെ അതിന്റെ അണിയറ പ്രവർത്തകരും. മാർച്ച് 19 ആട് 3യും ഏപ്രിൽ 23 പാട്രിയറ്റും. പക്ഷെ ദൃശ്യം 3യുടെ കാര്യത്തിൽ ഇപ്പോഴും കൺഫേം ആയിട്ടില്ല. മുൻപ് ഏപ്രിൽ 2 എന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ അതിനെക്കുറിച്ച് ഒരു സംസാരവുമില്ല. ഈ മാസം 18 അല്ലെങ്കിൽ 19 സിനിമയുടെ കൃത്യമായിട്ടുള്ള റിലീസിംഗ് ഡേറ്റ് അവർ പുറത്തുവിടും. നമ്മൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഏപ്രിൽ 2 തന്നെ റിലീസ് ചെയ്യും, അല്ലെങ്കിൽ സിനിമയുടെ റിലീസിംഗ് നീണ്ടു പോവും, അതായത് മെയ് മാസത്തിലേക്ക് മാറും എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്താണ് റിലീസിംഗ് മാറ്റാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ജീസസിലെ പ്രശ്നം തന്നെയാണ്, മറ്റൊന്ന് ഇലക്ഷനാണ്. ഇലക്ഷൻ കൊണ്ട് സിനിമയ്ക്ക് വലിയ ദോഷമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദോഷമുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ന്യൂസ് ഫുൾ ഇലക്ഷനെ കുറിച്ചായിരിക്കും. ദൃശ്യം 3 അവിടെ മങ്ങിപ്പോവും, അത് ഒരു കാരണമാണ്. പക്ഷെ അതുകൊണ്ട് റിലീസിംഗ് മാറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. ജീസസിലെ പ്രശ്നം തന്നെയാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം. ജീസസിൽ നിന്ന് മലയാള സിനിമകൾക്ക് കളക്ഷൻ എങ്ങനെ വരുന്നു എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. ആട് 3യുടെ കളക്ഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് വലിയൊരു ചോദ്യവുമാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് മാത്രം 200 കോടി പ്ലസ് കളക്ഷനാണ് ദൃശ്യം 3 പ്രതീക്ഷിക്കുന്നത്. അതായത് വലിയൊരു കളക്ഷനാണ് ദൃശ്യം 3യുടെ അണിയറ പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നത്. അവിടെ പ്രശ്നങ്ങൾ നടക്കുന്നത് കാരണം അവിടെ നിന്ന് കളക്ഷൻ കുറയുമോ എന്നുള്ളൊരു പേടി ദൃശ്യം 3യുടെ അണിയറ പ്രവർത്തകർക്കുണ്ട്. തീർച്ചയായും കളക്ഷൻ കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എല്ലാവർക്കും അറിയാം അവിടുത്തെ സാഹചര്യം എന്താണ് എന്ന്. വിദേശത്ത് ഏറ്റവും കൂടുതൽ കളക്ഷൻ വരുന്ന ഏരിയ എന്ന് പറയുന്നത് ഗൾഫ് രാജ്യങ്ങൾ തന്നെയാണ്. അവിടെ നിന്നാണ് മലയാള സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ കളക്ഷൻ വരുന്നത്. പ്രത്യേകിച്ച് മോഹൻലാലിന്റെ സിനിമകൾക്ക് വമ്പൻ കളക്ഷൻ വരുന്നത് ആ ഒരു മേഖലയിൽ നിന്നാണ്. അവിടുത്തെ അന്തരീക്ഷം ഇപ്പോൾ മലയാള സിനിമകൾക്ക് അത്ര ഗുണകരമല്ല എന്നുള്ളത് തന്നെയാണ്. അവിടെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ കളക്ഷൻ ഇടിയും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ദൃശ്യം 3യെ പോലെ വലിയ പ്രതീക്ഷയുള്ള ഒരു സിനിമ ഈ സമയത്ത് റിലീസ് ചെയ്ത് മണ്ടത്തരം കാണിക്കണോ എന്നുള്ളത് അണിയറ പ്രവർത്തകർക്ക് മുന്നിലുള്ള വലിയൊരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ സിനിമയുടെ റിലീസിംഗ് മാറ്റി വെക്കും എന്നുള്ള തരത്തിൽ തന്നെയാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. സിനിമയുടെ ടീസർ സെൻസർ ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ ഇതുവരെയും റിലീസ് ചെയ്തിട്ടില്ല. എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിലീസിംഗ് ഡേറ്റ് അതിൽ മെൻഷൻ ചെയ്യണം. അതുകൊണ്ട് തന്നെയാണ് എന്തായാലും 3-4 ദിവസത്തിനുള്ളിൽ സിനിമയുടെ കൃത്യമായിട്ടുള്ള റിലീസിംഗ് ഡേറ്റ് അവർ അനൗൺസ് ചെയ്യും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഏപ്രിൽ 2 തന്നെ ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ ആഗ്രഹങ്ങൾ പോലെ എല്ലാം നടക്കണം എന്നില്ലല്ലോ. എന്തായാലും സിനിമയ്ക്ക് അനുയോജ്യമായ ഒരു സമയം അവർ തന്നെ കണ്ടെത്തട്ടെ. ദൃശ്യം 3 എന്ന സിനിമ മലയാളത്തിലെ ആദ്യത്തെ 500 കോടി എന്ന നേട്ടം സ്വന്തമാക്കുന്ന സിനിമയാവും എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ. അതിന് കൃത്യമായിട്ടുള്ള സമയം അവർ തീരുമാനിക്കട്ടെ. സിനിമയുടെ റിലീസിംഗ് മാറ്റിവെക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ള തരത്തിലാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.